ഏത്തക്കായും വൻപയറും കൂടി തോരൻ വയ്ക്കാം. ചൂടാവുന്ന വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പറമ്പിൽ തന്നെ നല്ല ഫ്രഷ് കറിവേപ്പിലയുണ്ട്. അപ്പം നേരെ ചെല്ലുക, അതിൽ നിന്ന് അങ്ങോട്ട് ഒടിച്ചങ്ങോട്ട് കഴുകി റെഡിയാക്കി അത് അങ്ങോട്ട് ഇടുക. പിന്നെ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടി കറക്റ്റ് പാകമായിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ അട്ടിപ്പൊളി ഏത്തക്ക, എന്ത് ഗുണമാണെന്നറിയാമോ? ഏത്തക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ എണ്ണയിലൊക്കെ. എന്നിട്ട് അത് അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കായ് ഇങ്ങോട്ട് എണ്ണയ്ക്കകത്ത് കിടന്ന് അങ്ങോട്ട് മിക്സ് ആവട്ടെ നന്നായിട്ട്. എന്നിട്ട് അത് നന്നായിട്ട് ആയി വരുമ്പോൾ അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന വൻപയർ, വൈകുന്നേരം വൻപയർ വെള്ളത്തിലിട്ട് വെച്ചാൽ രാവിലെ ആകുമ്പോൾ നല്ല പേരിക്ക് നല്ല സുന്ദരക്കുട്ടന്മാരായിട്ട് അങ്ങോട്ട് ഇരിക്കും. അവന്മാരെ എടുത്ത് അങ്ങോട്ട് തട്ടി കൊടുക്കണം. എന്നിട്ട് അവനും മറ്റേ നമ്മുടെ ഏത്തക്കായ ചേച്ചിയും ചേട്ടനും കൂടി നന്നായിട്ട് കിടന്ന് പെരളട്ടെ കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് മിക്സ് ആക്കുക. രണ്ടുപേരെയും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അരപ്പിട്ട് കൊടുക്കുക. അരപ്പിൽ ജീരകം, വെളുത്തുള്ളി, നിങ്ങൾക്കറിയാമല്ലോ, ജീരകവും വെളുത്തുള്ളിയും തേങ്ങായും 2 പച്ചമുളകും ഒക്കെ കൂടി ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുക. അതിനുശേഷം ഞാൻ അതിൻ്റെ പുറത്തേക്ക് ചതച്ച മുളക് ഇട്ട് കൊടുക്കും കേട്ടോ. ചതച്ച മുളക് ഇട്ട് കൊടുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ്. കാരണം വൻപയർ ഇടിച്ചിട്ടത് കേട്ടിട്ടില്ലേ നമ്മൾ? വൻപയർ ഇടിച്ചിട്ട വെഴുക്ക് വരട്ടെ, അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ അതിലേക്ക് അങ്ങോട്ട് വരും. എന്നിട്ട് അതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ നാച്ചുറൽ കറിവേപ്പിലേനെ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് നന്നായിട്ട് തൂക്കി അടച്ചു വെക്കുക. ഭയങ്കര മണവും ഭയങ്കര ടേസ്റ്റുമാണ് ഗൈസ്.